ഹലോ എവ്രി വൺ, മൈ നെയിം ഈസ് ഹക്കീം മുഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിലെ 11th വീക്കിലെ ടാസ്കസ് എന്തൊക്കെയാണെന്ന്. പ്രൊജക്റ്റ് വീക്കിൽ 4ാമത്തെ വീക്കാണ് 11th വീക്ക് വരുന്നത്. അതായത് ഈ വീക്കിൽ നമുക്ക് അധികം ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവില്ല. ഈ വീക്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കുകളിലൊക്കെ ചെയ്ത മുഴുവൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടാസ്ക്. അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് മിസ്സിങ് ആണെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് വീക്കാണ് 11th വീക്ക് എന്ന് പറയുന്നത്. ഈ വീക്കിൽ പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, യൂസർ സൈഡിൽ യൂസർക്ക് പേയ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചെക്കൗട്ടിൽ റാസർ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുന്ന നേരം ആ പേയ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ യൂസർക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, ആ ഓപ്ഷന് നിങ്ങൾക്ക് എവിടെ കൊടുക്കണം? യൂസർ ഓർഡർ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് ആ ഓപ്ഷൻ കൊടുക്കണം. അതായത് യൂസർക്ക് മൈ ഓർഡേഴ്സ് പോയാൽ പെൻഡിങ് പേയ്മെൻറ്റ് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. ചെക്കൗട്ടിൽ നിന്നല്ല, ഓർഡേഴ്സിൽ നിന്ന് ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഒരു ടാസ്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അഡ്മിൻ സൈഡിലാണ്. അഡ്മിൻ സൈഡിൽ ഡാഷ്ബോർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണുള്ളത്. സോ അതിൽ ഗ്രാഫ് വേണം. ഗ്രാഫ് വരുന്നേരം എന്ത് വരും? കാറ്റഗറി, ടോപ്പ് 10 കാറ്റഗറി പ്രൊഡക്റ്റ് ഇത് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിന് ഫിൽറ്ററും വേണം. അതായത് ഒരു മന്ത് ബേസ്, അതല്ലെങ്കിൽ ഇയർ ബേസ്, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ എന്തെങ്കിലും ഫിൽറ്റർ വേണം. എന്നിട്ട് ഫിൽറ്റർ ചെയ്യുന്ന നേരം ടോപ്പ് 10 പ്രൊഡക്ട്സ് ആൻഡ് ടോപ്പ് 10 കാറ്റഗറീസ് ഇതൊക്കെയാണ് അവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് ഡാഷ്ബോർഡിൽ കാര്യമായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 11th വീക്കിൽ അഡീഷണൽ ആയിട്ട് ടാസ്കുകൾ വരുന്നത്. പിന്നെ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പത്തെ വീക്കുകളിൽ ചെയ്ത ടാസ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്ടെങ്കിൽ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 11th വീക്ക് ഉപയോഗിക്കേണ്ടത്. അതിൽ ചില എറേഴ്സ് എന്ന് പറഞ്ഞാൽ, ലൈക്ക് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന നേരം നമ്മുടെ എന്ത് ചെയ്യും, HTML ടാഗിന് റിക്വയർഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്തിങ്ങനെ ഫോം വാലിഡേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ URL വെരിഫിക്കേഷൻ വേണം. അതായത് ഇപ്പം നിങ്ങൾ ഒരു യൂസർ ഓർഡേഴ്സ് എടുത്ത് ഓർഡേഴ്സിൽ നിന്ന് ഓർഡർ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന നേരം മേ ബി നമ്മൾ ഓർഡറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊറി ആയിട്ടായിരിക്കും, URL വഴി ആയിരിക്കും നമ്മൾ ID പാസ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, വേറൊരു യൂസർ ലോഗിൻ ചെയ്തിട്ട് ആ URL പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർക്കും ആ പ്രൊഡക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ചില എറേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എറേഴ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് 11th വീക്കിലെ ടാസ്ക് ആയിട്ട് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ stay tuned for next video. Thank you for watching.